ഇവരൊക്കെയാണ് മറന്നു പോകുന്നതെന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. സത്യം പറയാൻ അതിന് നമുക്ക് വോയിസ് ഇല്ല. ഓർക്കും, പക്ഷെ പിന്നെ ഒരാളുടെ പേര് പറയുമ്പോൾ മാത്രമാണ് പറയുന്നതെന്ന് അനുമോള് പറയുന്നത്. ടാസ്കിൽ നമുക്കത് ഓർക്കുന്നത് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ബിഗ് ബോസ് അപ്പോഴ് അനൗൺസ് ചെയ്യുമെന്ന് അനുമോള് പറയുന്നുണ്ട്. ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ 11 പേരിൽ അവർ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ പ്രേക്ഷകരുടെ ഇടയിൽ സ്പേസ് കൊണ്ടുപോവുകയാണെങ്കിൽ നിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല, ഓർക്കത്തുകൂടി ഇല്ലായിരിക്കും. നൂറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കാണാം, നൂറെ മാത്രം ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവർ. അനുമോള് സാബുമാനോട് ചോദിക്കുന്നുണ്ട്, നീ പുറത്ത് വ്ളോഗ് ചെയ്ത് നിനക്കൊരു ഇമ്പാക്റ്റ് നീ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഞാനിവിടെ നിന്നെ തിരിച്ചറിഞ്ഞത്. നിന്നെ കണ്ടപ്പോഴേ ഞാൻ ചോദിച്ചില്ലേ നീ അതല്ലേ? അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട്, ആ അതെ 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 അങ്ങനെ ചോദിച്ചിരുന്നു. നിന്റെ ചിരി പോലും ഞാൻ നോക്കി വെച്ചിരുന്നു. അതുപോലെയാണ് ഇവളെ എന്ന് അനുമോള് പറയുന്നുണ്ട് സാബുമാനോടും ആദിലയോടും. അന്നേരം ആദില പറയുന്നു, എന്നൊരു ഉമ്മച്ചി കുട്ടി അനുമോൾ കുട്ടി. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഓരോ മനുഷ്യരുടെ മനസ്സിൽ ഇടം പിടിക്കുന്നതെന്ന് നൂറ പറയുന്നു. മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞതിനെപ്പറ്റി സംസാരിക്കുകയാണ് ആദിലയും നൂറയും അനുമോളും സാബുമോനും കൂടി.